ഇതിപ്പോൾ തൃപ്തി അല്ലെങ്കിൽ ഞങ്ങൾ എവിടം വരെ വേണമെങ്കിലും പോകാൻ തയ്യാറാണ്. വന്നുകൊണ്ടിരിക്കുകയല്ലേ, അവരുടേതായ അന്വേഷണം നടക്കട്ടെ. ഞങ്ങൾക്കിപ്പോൾ അതിലിപ്പോൾ ആയി വന്നിട്ടുള്ളവരല്ല, ഇതിനേക്കാളും കൂടുതൽ പേര് അതിനകത്തുണ്ട്. അവരെ കൂടെ പുറത്ത് കൊണ്ടുവരണം. അതിനകത്ത് വേറെ ഒന്നും ഇത്രയും ഒരു 1.25 വർഷം കൊണ്ട് അവിടെ വേറൊരു പ്രോബ്ലം അവൻ ഉണ്ടാക്കിയതായിട്ടോ ഒന്നും അറിയില്ല. ഇൻട്രസ്റ്റോടെ പഠിക്കുന്നുണ്ട്, അത് പഠിച്ച് തീർത്തിട്ട് ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും അവനായിട്ട് അവിടെ ഒരു സംഭവം ഉണ്ടാക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. സൂയിസൈഡ് ചെയ്യാൻ അവന് കഴിയില്ല. ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ നടന്നിരിക്കുന്നു, അത് അറിയണമല്ലോ. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. വയനാട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ അമ്മയുടെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. മകന്റെ മരണത്തിൽ നീതി തേടി ഏതറ്റം വരെയും പോകുമെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. നിയമ പോരാട്ടം തുടരും. കേസിൽ ഇതുവരെയും 10 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. 8 പേർ ഇപ്പോഴും ഒളിവിലാണ്. അതിനിടെ മകനെ SFI പ്രവർത്തകനാക്കാനുള്ള ശ്രമങ്ങളെയും കുടുംബം തള്ളിക്കളയുന്നു. സിദ്ധാർത്ഥിന്റെ വീടിന് മുന്നിൽ CPM DYFI പ്രവർത്തകർ സ്ഥാപിച്ച ഫ്ലെക്സ് നീക്കണമെന്നും അച്ഛൻ ജയപ്രകാശ് ആവശ്യപ്പെട്ടു. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് SFI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഫുൾ ഫോം പോലും അവൻ അറിയില്ലായിരിക്കും. ഞാൻ ചോദിച്ചിട്ടില്ല. അങ്ങനെയുള്ളവർ SFI പ്രവർത്തകനായി. അവിടെ ഉള്ളവരും ഇവിടെ ഉള്ളവരെല്ലാം ചേർന്ന് അവർ SFI പ്രവർത്തകനായി. ഓക്കെ, അത് അവരിഷ്ടമാണ്. ഞാനൊന്നും പറയുന്നില്ല. അത് മരണത്തിലും മുതലെടുക്കണ ഈ ചെറ്റകളുടെ ഇതിനപ്പുറം ഞാൻ എന്ത് പറയാനാണ്. മരണത്തിലും അത് വെറുതെ വിട്ടൂടെ? അല്ലെങ്കിൽ മകന്റെ മരണത്തിൽ ഒരു അനുശോചനം രേഖപ്പെടുത്തി കുഴപ്പമില്ല. ഞാൻ അന്ന് ആദ്യ ദിവസം പറഞ്ഞായിരുന്നു, മകന്റെ ചടങ്ങ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ പോസ്റ്ററും എടുത്ത് മാറ്റാൻ മതി. പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസിന്റെ സ്റ്റിക്കറുണ്ട്, അല്ല ചെറിയൊരു ഉണ്ട്. ഞാൻ പറഞ്ഞു ഒരു കരിങ്കോടി ഞാൻ ഇറങ്ങി വരുമ്പോൾ അവിടെ നമ്മളെ വഴി നിന്ന് കാണല്ലേ, എല്ലാ പോസ്റ്ററും മാറ്റണം, എല്ലാം നിങ്ങൾ അനുശോചനം വെച്ചിങ്ങനെ എല്ലാം വലിച്ചു കയറി കളയണം, ഒന്നും അവിടെ വേണ്ട, എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് ഈ ഒരു സാധനം കൊണ്ട് വെച്ചേക്കണം. ഞാൻ പറഞ്ഞത് അതും ആരെങ്കിലും എടുത്ത് മാറ്റി, എനിക്ക് വന്ന് വെളി റോഡിലോട്ടൊന്നും മാറ്റാൻ പറ്റില്ല, അതിനെടുത്ത് മാറ്റി അവിടെ കാണില്ല. പറഞ്ഞു ശരി മാറ്റാം, കുഴപ്പമില്ല. അവർ പറയാൻ മാറ്റിയോ മാറ്റാതിരിക്കുക. ചെയ്തു വെക്കുന്നതിനൊരു മര്യാദ വേണമല്ലോ. അവൻ SFI പ്രവർത്തകനായി. SFI പ്രവർത്തകനുമില്ല, ഒരു പ്രവർത്തകനുമില്ല. സ്പോട്ട് ലൈവ് പരിശോധിക്കുന്ന വിഷയം ഇതാണ്: ക്യാമ്പസ് ഭീകരതയ്ക്ക് അറുതി വേണ്ടേ? തിരുവനന്തപുരത്ത് സിദ്ധാർത്ഥിന്റെ വീട്ടിന് മുന്നിൽ നിന്ന് BV അരുണും വയനാട്ടിൽ നിന്ന് ജിൻസും ചേരുന്നുണ്ട്. ആദ്യം BV അരുണിലേക്ക് പോവുകയാണ്. അരുൺ, നമുക്കറിയാം ഈ ഒരു ക്യാമ്പസ് ഭീകരതയുടെ SFI ഭീകരതയുടെ ഏറ്റവും ഒടുവിലത്തെ ഇരയായിരുന്നു സിദ്ധാർത്ഥ് എന്ന 2ാം വർഷ വിദ്യാർത്ഥി. അവൻ്റെ മരണത്തിൽ ഇപ്പോഴും ആ മാതാപിതാക്കൾ അതിൻ്റെ ദുഃഖത്തിലാണ്, അതിൻ്റെ വേദനയിലാണ്. നിരവധി ആളുകളവിടെ ആശ്വസിപ്പിക്കാൻ എത്തുന്നുണ്ട്. പക്ഷെ അവരുടെ മകനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന എത്ര പറഞ്ഞാലും എത്രയൊക്കെ ആശ്വസിപ്പിച്ചാലും അത് മാറില്ല എന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ചും അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ചയുണ്ടെന്ന് പറയുന്നു, അതിൽ അവർക്ക് തൃപ്തിയില്ല. അതിനിടെ മകനെ SFI പ്രവർത്തകനാക്കാൻ ശ്രമിക്കുന്നു, വീടിന് മുന്നിൽ ഫ്ലെക്സ് വയ്ക്കുന്നു. പക്ഷെ മറുവശത്ത് യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കം ഉണ്ട് എന്ന ആരോപണം കൂടി കഴിഞ്ഞ ദിവസം മുതൽ ഉയർന്നു വന്നതാണ്. ഇപ്പോഴും പ്രധാനപ്പെട്ട പ്രതികളൊക്കെ ഒളിവിലാണ്. ഇന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കുടുംബം പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഈ അന്വേഷണത്തിൽ അവർ പൂർണ്ണ തൃപ്തരാണോ? അന്വേഷണത്തിൽ കുടുംബത്തിന് പ്രശ്നമില്ല, അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകളാണ്. പ്രത്യേകിച്ചും മകനെ SFI-ക്കാരിൽ നിന്ന് മുദ്ര കുത്താൻ ശ്രമം നടക്കുന്നുവെന്ന ആരോപണമാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ പ്രധാനമായും ഉന്നയിച്ചത്. വീടിന് തൊട്ട് മുന്നിൽ SFI പ്രവർത്തകനാണ് സിദ്ധാർത്ഥിന്റെ കൊലപാതകികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു ഫ്ലക്സ് ബോർഡാണ് വച്ചിട്ടുള്ളത്. അത് CPM ബ്രാഞ്ചിന്റെയും അതുപോലെ DYFI യൂണിറ്റിന്റെയും പേരിലാണ് ഫ്ലക്സ് ഉള്ളത്. തന്റെ മകൻ ഒരു കാലത്തും SFI പ്രവർത്തകനായിരുന്നില്ല. ഇതാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് പറയുന്നത്. ഇത്തരം ഫ്ലക്സുകൾ മാത്രമല്ല, ഒരു അനുശോചന ബോർഡുകൾ പോലും ഇവിടെ പാടില്ല, അത് കാണാനുള്ള കരുത്ത് എനിക്കില്ല, അതുകൊണ്ട് മാറ്റമെന്നൊക്കെ ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ മാറ്റാൻ SFI പ്രവർത്തകർ ഇവിടുത്തെ ഫ്ലക്സ് വച്ചവർ തയ്യാറായിട്ടില്ല എന്നാണ് അച്ഛന്റെ പരാതി. ഏതായാലും നിരവധി പേർ രാഷ്ട്രീയ നേതാക്കൾ അല്പസമയം വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലർ ഇവിടെ എത്തിയിരുന്നു. കുടുംബാംഗങ്ങളെ കണ്ടു, എല്ലാ പിന്തുണയും. ഡീനെതിരെ അടക്കം ആരോപണമുണ്ട്, അതിൽ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് അദ്ദേഹം നൽകിയിട്ടുണ്ട്. പക്ഷേ എവിടെയൊക്കെയോ ആരെയൊക്കെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്, ഇപ്പോഴും അത് തുടരുന്നുവെന്ന ആശങ്ക ഈ കുടുംബത്തിൽ. ഇപ്പോൾ നമ്മോടൊപ്പം സിദ്ധാർത്ഥന്റെ അനിയൻ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, അദ്ദേഹം പവൻ ചേർന്നു. മോനെ, ഈ എപ്പോഴെങ്കിലും ചേട്ടൻ ഈ കോളേജിലെ പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടോ?
ഫസ്റ്റ് ഇയർ മെയിനായിട്ട് അതിനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. കാരണം 20 കിലോമീറ്റർ ദൂരമായിരുന്നു ഹോസ്റ്റൽ ഫസ്റ്റ് ഇയറിന്. സെക്കൻഡ് ഇയറിൽ തുടങ്ങുമ്പോൾ ചെറുതായിട്ട് ഈ ഡാൻസ് കളിക്കാൻ അങ്ങനത്തെ ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു അതിൻ്റെ ഇവിടെ എവിടെയാണ് പഠിച്ചത് സിദ്ധാർത്ഥ ശരിക്കും സ്കൂളൊക്കെ? 10th വരെ കൈരളിയിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് +1 +2 ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് സഫയറിൽ പഠിച്ചു. അത് കഴിഞ്ഞ് 1 വർഷം റിപ്പീറ്റ് ചെയ്തു, ഓൺലൈൻ റിപ്പീറ്റ് ചെയ്തു പാലയിൽ. ഈ രാഷ്ട്രീയ SFI അങ്ങനെ സംഘടനകളിലൊന്നും ഇല്ലായിരുന്നു? ഇല്ല, അതിൽ ഇൻവോൾവ്മെന്റ് ആവാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അവൻ പറയുന്നത് ആ സമയം ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഫോട്ടോ എടുക്കാൻ അങ്ങനെ വല്ലതും പോകും, ആ ഒരു മൈൻഡായിരുന്നു. കോളേജ് ക്യാമ്പസിൽ വേറെ പ്രശ്നമൊന്നും പറഞ്ഞിട്ടില്ല? ഇല്ല, അങ്ങനത്തെ പ്രശ്നമില്ല. സീനിയേഴ്സ് കുറച്ച് ഇതാണ്, പക്ഷെ ഫസ്റ്റ് ഇയർ അങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ട് വന്നിട്ടില്ല. നമ്മളങ്ങനെ ഫസ്റ്റ് ഇയർ അവരെ കാണുന്നത് തന്നെ കോളേജിൽ ചിലപ്പോഴേ കാണുള്ളൂ. വീട്ടിൽ അമ്മയടുത്തൊന്നും പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നല്ലേ? എന്താണ് സംസാരിച്ച ചേട്ടനോട്ട് ഈ അവസാനമായിട്ടൊരു 2 ദിവസം ജസ്റ്റ് 20-10 സെക്കൻഡ് കോളേ ഉള്ളൂ. മെയിനായിട്ട് ജസ്റ്റ് കഴിച്ചു കിടന്നു ആ ടൈപ്പ് കോളേ ഉള്ളൂ. അത് കഴിഞ്ഞ് ലാസ്റ്റ് ദിവസം 18-ാം തീയതി ഒരു ലാസ്റ്റ് വിളിച്ചത് 4 മിനിറ്റ് സംസാരിച്ചു. അല്ല അമ്മ സംസാരിച്ചു. അത്രയും, അതാണ് ലാസ്റ്റ്. ഏതായാലും സിദ്ധാർത്ഥന്റെ അനുജനാണ് സംസാരിച്ചത്. 10ാം ക്ലാസ് പരീക്ഷ നടക്കുന്ന വിദ്യാർത്ഥിയാണ്. ഏതായാലും അച്ഛൻ ഇപ്പോൾ ഉണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് കൂടി പോകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വലിയ ദുഃഖം ഈ കുടുംബം മാത്രമല്ല ഒരു നാട് ഒന്നാകെ ദുഃഖിക്കുന്ന വിഷയം, നാടിനാകെ ലജ്ജയുണ്ടാക്കുന്ന വിഷയമാണ്. ഇത്തരം കിരാതമായ റാഗിംഗ് പോലുള്ള സംഭവങ്ങൾ ഇപ്പോഴും കേരളത്തിൽ നിലനിൽക്കുന്നുള്ളത്. ഈ ഇപ്പോൾ VC ഒക്കെ വന്ന് വലിയ ഉറപ്പൊക്കെ നൽകുന്നുണ്ട്. വിശ്വാസമുണ്ടോ അതിൽ? എല്ലാവരും വന്ന് ഉറപ്പ് പറയുന്നുണ്ട്. VCയും പറയുന്നുണ്ട്, മിനിസ്റ്റർ പറയുന്നുണ്ട്, അവരെല്ലാം പറഞ്ഞ് ഉറപ്പ് പറയുന്നുണ്ട്. വിശ്വാസം ഉണ്ടാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ സംഭവിച്ചിട്ട് ഇത്രയും ദിവസമായിട്ട് അതിൽ പകുതി പേരെ പോലും കിട്ടിയിട്ടില്ല. ഇനിയുണ്ട്. ഇത്രയും ദിവസമായിട്ട് നമ്മളെ കേരളത്തിലെ പോലെ സ്ഥലത്ത് നല്ല പോലീസുകാരുണ്ട്, എല്ലാവരും ഉണ്ട്, നല്ല സംവിധാനമുണ്ട്. പോലീസിന് മാത്രമല്ല നല്ല സംവിധാനമുണ്ട്. അതിന്റെ നമ്മളെ മീഡിയ ആണെങ്കിലും അല്ലെങ്കിൽ അവളെ എല്ലാം സോഷ്യൽ നെറ്റ്വർക്കിലാണ് കിട്ടാനുള്ള. ഇതുവരെയും കിട്ടിയിട്ടില്ല, എല്ലാവരും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അവരെ പാർട്ടിക്കാരെ സംരക്ഷിക്കാനാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഉറപ്പാണത്. അവർ കൈവിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്കൊന്നും അറിയണം, നിഷ്പക്ഷമായിട്ട് ചെയ്തിട്ടുള്ള ഒരു കുറ്റം ചെയ്തിട്ടുള്ള ശിക്ഷിക്കണം എന്ന് അവർ നിലപാട് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർ വിളിച്ചു. SFI നിലപാടെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ സംഘടനയോ അല്ലെങ്കിൽ അവരുടെ സംഘടനയോ അവരുടെ പാർട്ടിയോ നിലപാട് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എടുക്കുന്നതിന്റെ പിറ്റേന്ന് തന്നെ അവര് കറക്റ്റായിട്ട് അവർ ഹൃദയം തൊട്ട് അവരെ ആ തീരുമാനം എടുക്കുകയാണെങ്കിൽ എടുക്കുന്നതിന്റെ പിറ്റേന്ന് തന്നെ അല്ലെങ്കിൽ ആ നിമിഷം തന്നെ അവർ അറസ്റ്റിലായിട്ട് അവർ നടപടിയിലോട്ട് പോകും. പക്ഷെ ഇതുവരെയ്ക്കും അവർ നിലപാടെടുത്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പറയുമ്പോഴും അവർ തന്നെയാണ് അവരെ അണ്ടറിൽ തന്നെയാണ് അവരിപ്പോഴും, അല്ലെങ്കിൽ അവരെ കസ്റ്റഡിയിലോ അവരെ സംരക്ഷണത്തിൽ തന്നെയാണ് ഇപ്പോഴും അവരുള്ളത്. മെയിനായിട്ടുള്ള ആൾക്കാരെല്ലാവരും അവരുടെ അണ്ടറിൽ തന്നെയാണുള്ളത്. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. മുഖ്യമന്ത്രിയൊക്കെ ഉന്നത അന്വേഷണത്തിലേക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പൊ സർക്കാരിന്റെ വിശ്വാസമുണ്ടോ? ഇല്ല, അവർ അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്ന് പറയുന്നു. എനിക്ക് അതിൽ വിശ്വാസം ഉണ്ടോ എന്നുള്ള കാര്യത്തിലല്ല, സന്തോഷമുണ്ട്. ഓക്കെ, നല്ല കാര്യം. ഒരു അന്വേഷണം നടക്കട്ടെ. നല്ല രീതിയിലുള്ള അന്വേഷണമാണെങ്കിൽ ഞാനും അതിൽ സന്തോഷിക്കുന്നു. ഇതുവരെയ്ക്കും എന്നോടാരും ഈ അന്വേഷണം തുടങ്ങിയതിന് ശേഷം എന്നോടാരും ഒന്നും ചോദിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം വന്നൊരു മൊഴി എടുത്തിട്ടുണ്ട് അന്വേഷണ ചുമതലയുള്ള DYSP. പിന്നെ ഈ പുതിയ സ്ക്വാഡ് വെച്ച് എന്നൊക്കെ പറയുന്നു. അതിനുശേഷം എന്നോടാരും ഒന്നും ചോദിച്ചിട്ടില്ല. ചോദിക്കുകയാണെങ്കിൽ അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയും. അത്രേ ഉള്ളൂ. ഇത് റാഗിംഗ് ആണെന്നൊരു ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിയത്? അല്ലെങ്കിൽ അത് റാഗിംഗ് ആണെന്ന് പറഞ്ഞത് അവിടെ നിന്ന് നമ്മൾ ബോഡി കൊണ്ടുവരുന്നതിന് മുമ്പ് അവിടെ ഉള്ള അവന്റെ നല്ലവരായ കുറച്ച് സുഹൃത്തുക്കളുണ്ടായിരുന്നു, കുറച്ച് നല്ലവരായ സാറുമാരും. അവരവിടെ നിന്ന് ഒരു ഇൻഫർമേഷൻ കൊടുത്ത് ഇവിടുന്ന് പോകുന്നവർക്ക് അത് സാധാരണ ഒരു മരണമല്ല, സാധാരണ തൂങ്ങി മരണമല്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും അന്വേഷിക്കണം. ഫസ്റ്റ് സ്റ്റേജിൽ അവർക്ക് ഇങ്ങനെ ഇൻഫർമേഷൻ അവിടെ കിട്ടി തുടങ്ങി. അവർക്ക് ബന്ധപ്പെടാനായിട്ടുള്ള കുറച്ച് കുറിപ്പുകളും കൊടുത്തു, നമ്പറുകളും കൊടുത്തു. അതുമുതലേ അന്വേഷിച്ചപ്പോഴേ ആ നമ്പറിൽ ബന്ധപ്പെട്ടപ്പോഴാണ് എല്ലാം വളരെ കൃത്യമായിട്ട് അറിഞ്ഞു. ഈ 2-3 ദിവസം കൊണ്ട് വെറും റാഗിംഗ് അല്ല, ക്രൂരമായ മർദ്ദനത്തിൽ വെച്ചുകൊണ്ട് റാഗിങ്ങാണ്. സാധാരണ പണ്ടൊക്കെ നമ്മൾ റാഗിംഗ് എന്ന് കേൾക്കുമ്പോൾ ചെറിയ തമാശ റാഗിങ്ങാണ്. ഇത് തമാശ റാഗിംഗ് അല്ല, ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിലുള്ള റാഗിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കേട്ട് അറിഞ്ഞു, അത്രേ ഉള്ളൂ. അതിനുള്ള തെളിവും കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്.
ഏതൊക്കെ രീതിയിലാണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത്, എല്ലാം നമുക്ക് ആ കൃത്യമായിട്ടുള്ള സമയത്ത് കിട്ടി. അത് ഒന്നും കൂടെ ബലപ്പെട്ടതെന്ന് പറഞ്ഞാൽ അവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ അവർ പറഞ്ഞതും കാര്യങ്ങളും എല്ലാം വളരെ കറക്റ്റായിരുന്നു. അതിൽ കുറച്ചുപോലും വ്യത്യാസമില്ലാതെ വളരെ വളരെ കൃത്യമായിട്ട് എല്ലാ റിപ്പോർട്ട് കിട്ടി. ഒരു ഘട്ടത്തിൽ സിദ്ധാർത്ഥ് ഇതുമായി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇല്ല, ഒരു ഘട്ടത്തിലും കോളേജിൽ ഒരു പ്രശ്നമുണ്ടോ എന്ന കാര്യത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അവന് സാധാരണ നോർമലായിട്ട് ഹാപ്പി ആയിട്ട് തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അല്ല, കോളേജിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് സിദ്ധാർത്ഥ നമ്മളോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുള്ളത് സിദ്ധാർത്ഥിനോട് ഇവിടെ വന്ന കുറച്ച് കൂട്ടുകാർ, അവന്റെ കൂട്ടുകാർ എന്നോട് പറഞ്ഞു, അങ്ങനെ അവിടെ ഭയങ്കര പ്രശ്നമാണ്, നമ്മളെയും കൂടെ രക്ഷിക്കണം, ഇത് ആരുടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകണം. അത് അവന്റെ വേണ്ടി മാത്രമല്ല, അവൻ ചെയ്തതല്ല. പണ്ട് കൂട്ടുകാരെ പേരൊക്കെ പറഞ്ഞു. സിൻജോയും അക്ഷയ്, റഹാനും ഡാനിയെല്ലാം കൂടെ റൂമിൽ കൊണ്ടിട്ട് ചെയ്തതാ. അപ്പോഴൊന്നും എനിക്കറിയില്ല. ഈ ഒരു വാക്ക് പറഞ്ഞിട്ട് ഇത്തിരി ചെയ്തതാ, ഇത് വിട്ട് കളയില്ല എന്ന് പറഞ്ഞു. ഞാൻ പുറത്തായതുകൊണ്ട് എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അതിനുശേഷമായി ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തന്നെ അറിയുന്നത്. ഈ ചെയ്തതാ തീർത്തതാ എന്നു മാത്രം അറിയാം. എന്നിട്ട് തീർത്തിട്ട് കെട്ടിത്തൂക്കി, അത് പറഞ്ഞു, തീർത്തിട്ട് കെട്ടിത്തൂക്കിയതാ, പറയരുത്. പിന്നെ അവിടെ നടക്കുന്ന റാഗിങ് ഭയങ്കര പ്രശ്നമാണ്. അതിനുശേഷമുള്ള ഇവിടുന്ന് കുറച്ച് ആൾക്കാർ ഇവിടെ പറഞ്ഞിട്ട് പോയി. റാഗിങ് എന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റത്തെ റാഗിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുറത്ത് പറഞ്ഞാൽ ഈ SFIക്കാരന്മാരെ കൊന്നുകളയും ഈ കുട്ടികളെ. അത് അവരും പറഞ്ഞു. അത് ഒരൊറ്റ യൂണിയനേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് എല്ലാവരെയും പേടിയാണ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകന്റെ റോൾ അതെ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുണ്ട്, പിന്നെ അധ്യാപകമുണ്ട്, അത് ഡീന്. ഇവർക്ക് രണ്ടുപേർക്കും ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ സംഭവം ഒന്നല്ല, അവിടെ നടക്കുന്ന റാഗിങ് എല്ലാം അറിയാം. അവർക്കെല്ലാം അറിയാം. വെറും ഈ സംഭവം മാത്രമല്ല, അവർ വന്ന് നോക്കിയിട്ട് അങ്ങ് നേരെ അങ്ങ് പോകും. ഒരു റാഗിങ് നടക്കുകയാണെങ്കിൽ വന്ന് നോക്കിയിട്ട് തിരിഞ്ഞങ്ങ് പോകും, ഇടപെടില്ല. ഇതും നടന്നുകൊണ്ടിരുന്നു. അവർ നോക്കിയിട്ട് അവരങ്ങ് പോയി. സംഭവം നടന്നു കഴിഞ്ഞു, ഈ മരണം നടന്നു കഴിഞ്ഞു, കെട്ടിത്തൂക്കി കഴിഞ്ഞിട്ട് അവരെ എല്ലാവരെയും പേടിപ്പിച്ചു. ഈ ഡീനും കാന്തനാഥനും പുള്ളി എല്ലാവരെയും വിദ്യാർത്ഥികളെ പേടിപ്പിച്ചു. ആരും ഇവിടെ നടന്ന കാര്യം പുറത്തൊന്നും പറയല്ല. പുറത്ത് പറഞ്ഞാൽ നിങ്ങൾ അക്കാഡമിക് കരിയർ തീർക്കും എന്നുള്ള ഭീഷണി അവർക്കുണ്ടായി. ഈ ഡീനും ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനും പിള്ളേരെ പറഞ്ഞ് പേടിപ്പിച്ചു. ഇവിടെ കുറച്ച് കുട്ടികൾക്ക് വരണമെന്ന് പറഞ്ഞു. വരികയാണെങ്കിൽ ഈ നിബന്ധന അനുസരിച്ചാണെങ്കിൽ ഓക്കെ എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു വിട്ടു. പക്ഷേ അവരുടെ പ്രതീക്ഷ കുറച്ച് തെറ്റിപ്പോയി. കുറച്ച് കുട്ടികൾ വന്ന് എൻ്റെ അടുത്തും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ബാക്കിയുള്ളവരുടെ കിട്ടിയ അവസരത്തിൽ അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയി. എന്നിട്ട് ആ പറഞ്ഞത്, ഇനി പോയതെന്ന് പറയുന്നില്ല, ഞങ്ങളെങ്കിലും രക്ഷിക്കണം. അത്രയ്ക്കുള്ള റാഗിങ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസവും 2 ദിവസവും അല്ല, വർഷങ്ങളോളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. അത് മാത്രമല്ല, അവിടെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഡ്രഗ്സിന്റെ കേന്ദ്രം എന്നാണ് പറയുന്നത്. അവിടുത്തെ കാട്ടിനകത്ത് കൊണ്ടുപോയിട്ട് അവർ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്. ക്ലാസ് ടൈമിനാണ് സീനിയേഴ്സുകൾ പോയിട്ട് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്. അവർക്ക് അതിന്റെ സെയിലും ഉണ്ട്, അവർക്ക് അതിന്റെ ഉപയോഗമുണ്ട്. സെയിൽ ആർക്ക് കൊടുക്കുമായിരിക്കും, അവർ അധ്യാപകരോ മറ്റവർക്ക് സെയിൽ ചെയ്യായിരിക്കും. ബാക്കി അവർ യൂസ് ചെയ്യുന്നത് സീനിയേഴ്സ് എല്ലാം ഇതിന് ഡ്രഗ്സിന് അടിമയാണെന്ന് അവർ പറയുന്നത്. അതുപോലെ എന്റെ മകനും പണ്ട് പറഞ്ഞിട്ടുണ്ട്, ചേട്ടന്മാരെല്ലാം ഡ്രഗ്സ് യൂസ് ചെയ്യുക. ഞാൻ പറഞ്ഞു, അത് അവർ യൂസ് ചെയ്യട്ടെ, നീ ആ ഏരിയയിലോട്ട് പോകേണ്ട കാര്യമില്ല, നിനക്ക് വേണോ എന്ന് ചോദിച്ചു. തമാശയായിട്ട് അവൻ പറയും, എനിക്കും വേണ്ട. പിന്നെ അവർ ഈ മദ്യപാനം അതുകൊണ്ടെന്ന് പറഞ്ഞു. ഹോസ്റ്റൽ റൂമിൽ മൊത്തം മദ്യക്കുപ്പികളേ ഉള്ളൂ. ഇനി പോയി കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പ് പറയാം, ഹോസ്റ്റൽ റൂമിൽ നിങ്ങൾക്ക് ഒരു കുപ്പി മദ്യം പോലും ആർക്കും കിട്ടില്ല. ഞാനിത് 2-3 അടുത്ത് പറഞ്ഞു കഴിഞ്ഞു, അല്ലെ കുറച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു ഇൻസ്പെക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ മദ്യത്തിൽ പോയിട്ട് അവരുടെ അടപ്പ് പോലും കിട്ടൂല, അതല്ലാതെ. പക്ഷെ അവർ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഡ്രഗ്സിന്റെ കേന്ദ്രം തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ യൂണിയൻ ആൾക്കാരെല്ലാം. അതുകൊണ്ട് ഇത് അവിടെ ഈ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം വലിയ അതിശയമൊന്നുമല്ല. അതുകൊണ്ട് ഡീന് പറഞ്ഞു, സംഭവിച്ചു, ഒക്കെ മൂടി വെച്ച് തരാം, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ആരുടെ പുറത്ത് പറയായിരുന്നതാണ്. ഡീനിനെ ഇതിൽ ശരിക്കും ഡീനിനെ പ്രതിയാക്കിയിട്ട് ഡീനിനെ മാറ്റി നിർത്തണം. ഒന്നാമത്തെ എന്റെ ആവശ്യമൊന്നുമില്ല, എല്ലാവരുടെയും, നാട്ടുകാരുടെയും അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെയും, എന്റെ സ്വന്തം അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ആദ്യം ഡീനിനെ മാറ്റിയിരിക്കണം. ആ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകരെ മാറ്റി നിർത്തിയിട്ട് സസ്പെൻഷൻ ചെയ്ത് മാറ്റി നിർത്തി അന്വേഷിച്ച് അവസാനം പുള്ളി സർവീസിൽ നിന്ന് പിരിച്ചു വിടണം. എന്നിട്ട് കേസിന് പോകണം. ഇക്കാര്യം ഇപ്പോൾ VC തുറന്നു പറഞ്ഞു. VCയോട് തുറന്നു പറഞ്ഞു, നമ്മൾ പരാതിയിലും എല്ലായിടത്തും തുറന്നു പറഞ്ഞു. ഗവർണറോടും നമ്മൾ പറഞ്ഞു ഈ കാര്യം. അവര് ഡീനിന്റെ ഭാഗത്തുനിന്ന് നമുക്കൊന്നും കിട്ടിയില്ല. അതൊക്കെ ഞാൻ നേരിട്ട് പറയുമ്പോൾ ഇപ്പോഴെല്ലാം പരാതി കൊടുത്തപ്പോഴെല്ലാം പറഞ്ഞായിരുന്നു. പുള്ളിക്കും എല്ലാ കാര്യവും അറിയാം. അതുകൊണ്ട് ഇതിനൊരു സമാധാനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്തേ പറ്റുള്ളൂ. ഈ SFI ആയിട്ട് ഏതെങ്കിലും ഘട്ടത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് അടുപ്പം ഉണ്ടാവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ സിദ്ധാർത്ഥ്?
ഇല്ല, സംഘടനാപരമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടില്ല, സംഘടനാപരമായിട്ട്. പക്ഷെ അവൻ പറഞ്ഞിട്ടുണ്ട് SFIയുടെ ചേട്ടന്മാരാണ് അവിടെ ഉള്ളത്, അവർ യൂണിയനിൽ ചേർന്നില്ലെങ്കിൽ അവർ വഴക്ക് പറയും, ഇതൊക്കെ അവൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ സെക്കൻഡ് ഇയർ ആയപ്പോൾ അവർ സംഘടനയിൽ കയറി, ബാക്കിയുള്ളവർക്ക് അവൻ്റെ കൂട്ടുകാരെല്ലാം സംഘടനയിൽ കയറി. ഇവൻ കയറില്ല, അവന് ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് ഉള്ള വെച്ച് ഒരു ഇത് പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു, സംഘടനയിൽ ചേരാത്തോണ്ട് ചേർക്കാത്തോണ്ട്. ഇവന് ഒരു സംഘടനയിലും ചേരുന്നത് ഇഷ്ടമില്ല. അതിനുള്ള തർക്കം ഉണ്ടായിട്ടുണ്ട്. തർക്കം ഉണ്ടായിരുന്നില്ല, തർക്കമല്ല, അതിന് സെക്കൻഡ് ഇയർ ആകുമ്പോഴേ എല്ലാവരും യൂണിയനിൽ ചേരണം, അത് അവരുടെ നിയമമാണ്, മനസ്സിലായി? അത് അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമം. ഇല്ലെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് മാറി നിൽക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അവരുണ്ടാക്കും. അവർക്ക് നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ അവർ സംഘടനയിൽ ചേരണം. ഇവ ഒന്നിനും ചേർന്നില്ല, വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഇവന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരായിട്ടുള്ള അക്ഷയ്, റഹാന്, ബാക്കിയുള്ളവരൊക്കെ സംഘടനയിൽ ചേർന്നു. ഈ ഡാനിഷ് എന്ന് പറഞ്ഞവരൊക്കെ സംഘടനയിൽ ചേർന്നു. ആ സംഘടനയിൽ ചേർന്നിട്ട് ആണ് ഈ റഹാൻ അവിടുത്തെ ക്ലാസ് റെപ്പായി. ഫസ്റ്റ് ഇയറിൽ ക്ലാസ് റെപ്പ് സിദ്ധാർത്ഥനായിരുന്നു, മകനായിരുന്നു. ഫസ്റ്റ് ഇയറിൽ രാഷ്ട്രീയം വേണ്ട അത് അവർ ക്ലാസ് കുട്ടികളും ടീച്ചേഴ്സുമായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ, അവർക്ക് കേപ്പബിൾ ആയിട്ടുള്ള ഒരാളിനെ തിരഞ്ഞെടുക്കും. സെക്കൻഡ് ഇയറിൽ റെപ്പാവണമെങ്കിൽ അവർക്ക് SFIയിൽ ചേരണം, ചേർന്നില്ലെങ്കിൽ റെപ്പാവാൻ പറ്റില്ല. അപ്പോൾ സെക്കൻഡ് ഇയറിൽ ഇവനെ റെപ്പാക്കാൻ വേണ്ടിയിട്ട് അവർ നല്ലവരായ കുറച്ച് കൂട്ടുകാർ പറഞ്ഞു സെക്കൻഡ് ഇയറിൽ നീ റെപ്പാവണമെന്ന് പറഞ്ഞപ്പോൾ SFI നിയമം അനുസരിച്ചിട്ട് SFI ചേർന്നാലേ പറ്റൂ. അപ്പോൾ ഇവൻ പറഞ്ഞു ഞാൻ ഒരു സംഘടനയിൽ ചേരില്ല, റെപ്പ് വേണമെങ്കിൽ ആവാം, കുഴപ്പമില്ല, പക്ഷെ ഞാൻ ഒരു സംഘടനയിലും ചേരുന്നില്ല. അപ്പോഴവർ പറഞ്ഞു സംഘടന ചേരാത്തവർ ഇതിൽ വേണ്ട. അപ്പോൾ പറഞ്ഞു വേണ്ട, ഞാൻ സ്വതന്ത്രമായിട്ട് വന്നോളാം, എനിക്ക് റെപ്പാവാൻ വേണ്ട, റെപ്പായി കഴിഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുമുണ്ട്, കാര്യം അടക്കണം. അപ്പോഴാണ് ഇവന്റെ കൂട്ടുകാരെല്ലാം അവിടെ സംഘടന ചേർന്നു. ഈ റഹാൻ ചേർന്നു, അക്ഷയ് ചേർന്നോ എന്ന് അറിയില്ല, അവരും ചേർന്നു എന്ന് പറഞ്ഞു. ഈ റഹാനാണ് ഇപ്പം ഇവനെ അടിച്ചു കൊന്നതിൽ ഏറ്റവും കൂട്ടത്തിലുള്ള ക്ലാസ്മേറ്റ്സ്, റൂംമേറ്റ്സ്, അടുത്ത കൂട്ടുകാരനായിരുന്നു. അടുത്ത കൂട്ടം. ഈ വീട്ടിൽ വന്നിട്ട് 2 മാസം മുമ്പ് അവനെല്ലാരെയും കൊണ്ടുവന്ന് ഈ വീട്ടിൽ വന്ന് ആഹാരം അവന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ആഹാരം വാങ്ങി കഴിച്ച് ഉണ്ടാക്കി കൊടുത്തു. ഒരു ഡേ നൈറ്റ് ഇവിടെ എല്ലാവരും കിടന്ന് ഈ സിറ്റി മൊത്തം കുറെ കൊണ്ട് കാണിച്ചു. ബാക്കിയുള്ള കൂട്ടുകാരെയൊക്കെ, ഈ റഹാൻ എന്നുള്ളത് തിരുവനന്തപുരത്തുള്ള ബാക്കി കുട്ടികളെയൊക്കെ കൊണ്ട് കാണിച്ചു. ഇതെല്ലാം അവന്റെ റൂംമേറ്റ്സ്, അവന്റെ ക്ലാസ്മേറ്റ്സ് ആയി റഹാൻ. അവനാ ലാസ്റ്റ് റാഗ് ചെയ്തപ്പോൾ ഏറ്റവും മുൻപന്തിയിൽ നിന്നിട്ട് അവൻ അടിച്ചു കൊല്ലാൻ നിന്നത്. ഈ SFIയിൽ ചേർന്നതിന് ശേഷം പിന്നെ ഉള്ള അവന്റെ സീനിയേഴ്സായിരുന്നു. അവന്റെ സീനിയേഴ്സ് സിൻജോ എന്ന് പറഞ്ഞ സീനിയേഴ്സായി അവനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് സിൻജോ എന്ന് പറഞ്ഞു. അതൊന്നും നമ്മൾ വെറുതെ ആരോപിക്കുന്നില്ല, കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കുറച്ച് പത്രത്തിലും ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് കള്ളമൊന്നുമല്ല. പിന്നെ അവന്റെ ഡാനിഷ് എന്ന് പറഞ്ഞു, അതും അവന്റെ ക്ലാസ്മേറ്റ്സാണ്. അവനും പ്രതി ലിസ്റ്റിലുണ്ട്, പക്ഷെ അവൻ ഇതുവരെ കിട്ടിയിട്ടില്ല. ക്ലാസ്മേറ്റ്സ്, റൂംമേറ്റ്സ്, അതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റില്ല. റൂംമേറ്റ്സ് ഒക്കെ ചെയ്യുന്നെന്ന് പറയുമ്പോഴേ എന്ത് വിശ്വസിച്ച് കെട്ടിപ്പിടിച്ചും കൊണ്ട് ഒരു ബെഡിൽ കിടക്കണത്, അല്ലെങ്കിൽ എല്ലാ ബെഡിലും കൂടെ മാറിയിട്ട് ഒരു ബെഡിലൊക്കെ കിടന്നിട്ട് അടിയും കൂടിയും കൊണ്ട് കിടക്കുന്നതാണ്. അത്ര കാര്യമായിട്ട് ഫോൺ വിളിക്കുമ്പോഴൊക്കെ അവർ സംസാരിക്കുന്നത്. അതുകൊണ്ട് അവരൊന്നും ഒരിക്കലും വെളിവിടാൻ പറ്റൂല, പുറത്ത് വിടാൻ പറ്റൂല. അകത്ത് തന്നെ കിടക്കണം, അകത്ത് കിടത്തിട്ട് അതിന്റെ ശിക്ഷ അനുഭവിക്കണം, അതൊരു കാര്യം. രണ്ടാമത് ഈ അത്യാവശ്യമായിട്ട് ഈ ഡീനിനെയും ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ഉദ്യോഗസ്ഥനെ അധികം അവിടെ നിന്ന് പുറത്താക്കിയേ പറ്റുള്ളൂ. അത്യാവശ്യമായിട്ട് പുറത്താക്കിയിട്ട് അവർ കേസിന് പിന്നെ അവർ കേസ് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ജോലിയിൽ നിന്നും മാറ്റി നിർത്തണം, ഉറപ്പായിട്ടും മാറ്റി നിർത്തണം. ഈ സർവകലാശാല പൂക്കോടേക്ക് പോകാനുള്ള കാരണം എന്താ? ഈ കോഴ്സ് താല്പര്യപ്പെട്ട് പോയതാണോ അങ്ങനെ? അതെ, തീർച്ചയായും. കാരണം അവന് നമ്മുടെ ആഗ്രഹം നീറ്റ് എഴുതിയിട്ട് അവർ MBBS കിട്ടുന്ന കുഴപ്പമില്ല. അതിനെ നീറ്റ് എഴുതി മെറിറ്റ് കിട്ടിയതാണ്. നീറ്റ് എഴുതിയിട്ട് അവൻ ആദ്യമേ ഈ മൃഗങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫസ്റ്റ് ചാൻസിൽ MBBSന് കിട്ടിയില്ല. ആദ്യം അവൻ MBBSന് കിട്ടിയില്ല. അപ്പോഴേ അടുത്ത് നോക്കിയപ്പോഴേ വെറ്റിനറിക്ക് കിട്ടി. ആ ഉടനെ പറഞ്ഞ് അച്ഛാ നമ്മൾ ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, എനിക്ക് വെറ്റിനറി ഭയങ്കര ആഗ്രഹമാണ്, വെറ്റിനറി തന്നെ മതി എന്ന് പറഞ്ഞാൽ അവന്റെ ഭയങ്കര ആഗ്രഹത്തിൽ തന്നെയാണ് അത് പോയത്. അല്ല നമ്മൾ ആരും നിർബന്ധിച്ചില്ല. നമ്മൾ പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് മെഡിസിൻ കിട്ടുകയാണെങ്കിൽ അതിന് പോകാൻ പറഞ്ഞില്ല. എനിക്ക് മെഡിസിൻ്റെ ഒന്നും എനിക്കിഷ്ടം ഇതാണ്, എനിക്കിത് വേണം. അത് അവന്റെ വളരെ ഇഷ്ടത്തിൽപ്പെട്ട് പോയതാണ്. അപ്പോൾ പൂക്കോട് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 കോളേജേ അവിടെ ഉള്ളൂ, ഒന്ന് മണ്ണുത്തിയിലും ഒന്ന് പൂക്കോട്. അപ്പോൾ അവന് കിട്ടിയത് പൂക്കോടാണ്, അതുകൊണ്ട് പൂക്കോട് പോയി. ഇപ്പോൾ മണ്ണുത്തിയിലാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ മണ്ണുത്തിൽ പോകുമായിരുന്നു. പക്ഷെ വെറ്റിനറി അവന് നല്ല ഇഷ്ടമുള്ളതുകൊണ്ട് കിട്ടിയ കോളേജിൽ അങ്ങ് പോയി. ടോം, ഇതാണ് ഒരു അച്ഛൻ്റെ എങ്ങനെ സ്വാഭാവികമായിട്ട് പറയുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഒരു അത്ര മിടുക്കനായ ഒരു വിദ്യാർത്ഥി ഒരു കോളേജിൽ ഒരു കോഴ്സ്
ആഗ്രഹിച്ചവിടെ പഠിക്കാൻ പോയ വിദ്യാർത്ഥിയാണ്. ആ കുട്ടിക്കാണ് ഇത്തരത്തിലൊരു നിഷ്ഠൂരമായ മർദ്ദനമേറ്റ് മരിക്കേണ്ട അവസ്ഥയുണ്ടാകുന്ന അച്ഛൻ വിശ്വസിക്കുന്ന മകൻ ആത്മഹത്യ ചെയ്യുമെന്ന വിശ്വാസം അവർക്കില്ല. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾ പറഞ്ഞ പോലെ എങ്ങനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കുകയായിരുന്നു എന്നാണ് സുഹൃത്തുക്കൾ പറഞ്ഞത്. ഏതായാലും തീർച്ചയായും വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് ഉന്നയിക്കുന്നത്. അരുൺ, അതിനകത്ത് അച്ഛൻ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ മകനെ കെട്ടിത്തൂക്കി കൊന്നതാണ്. അതോടൊപ്പം SFI പ്രവർത്തകർ, SFI നേതൃത്വം ഈ പ്രതികളെ സംരക്ഷിക്കുന്നു, ക്യാമ്പസിനകത്തെ ലഹരി ഉപയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല അതോടൊപ്പം അറിയേണ്ടത് ഈ സിദ്ധാർത്ഥ് SFIയിൽ ചേരാൻ സിദ്ധാർത്ഥിനെ അവർ നിർബന്ധിച്ചിരുന്നു. അതിൻ്റെ പേരിൽ സിദ്ധാർത്ഥ് ക്യാമ്പസിനുള്ളിൽ വേട്ടയാടപ്പെട്ടു, മർദ്ദനമേറ്റു. അതേ തുടർന്നുള്ള സംഭവവികാസങ്ങളാണ് സിദ്ധാർത്ഥിൻ്റെ മരണത്തിലേക്ക് വരെ എത്തിച്ചത് എന്ന ഒരു ആക്ഷേപം, ഒരു പരാതി ആണോ ഈ കുടുംബം ഉന്നയിക്കുന്നത്? അരുൺ, അങ്ങനെ ഒരു ആരോപണം അവർ ഉന്നയിക്കുന്നില്ല. പകരം കോളേജിലെ നിയമാവലി, ഒരുപക്ഷെ അവിടുത്തെ സംഘടന SFIനുണ്ടാക്കിയ നിയമാവലിയാകാം. ആദ്യ വർഷം രാഷ്ട്രീയമില്ലാതെ ക്ലാസ് റപ്പാവാൻ കഴിയും. അങ്ങനെ സിദ്ധാർത്ഥായിരുന്നു ക്ലാസ് റപ്പ്. സിദ്ധാർത്ഥിന് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് തിരഞ്ഞെടുക്കുന്നതാണ് ക്ലാസ് റപ്പ്. അങ്ങനെ സിദ്ധാർത്ഥ് ഫസ്റ്റ് ഇയറിൽ ക്ലാസ് റപ്പായിരുന്നു. രണ്ടാം വർഷവും സിദ്ധാർത്ഥിനോട് ഈ കൂട്ടുകാർ അധ്യാപകർ നിർബന്ധിച്ചു ക്ലാസ് റപ്പാവാൻ. പക്ഷേ അവിടുത്തെ നിബന്ധന രണ്ടാം വർഷം മുതൽ SFI അംഗത്വം എടുക്കണം, അല്ലെങ്കിൽ SFIയുടെ പ്രതിനിധിയായി മാത്രമേ ക്ലാസ് റെപ്രസെന്റേറ്റീവ് ആകാൻ കഴിയുമായിരുന്നുള്ളൂ. അതിൽ താല്പര്യം സിദ്ധാർത്ഥിനില്ല. അതുകൊണ്ട് സിദ്ധാർത്ഥ് ക്ലാസ് റെപ്പാവാതെ മാറി നിന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത്. സിദ്ധാർത്ഥിന്റെ അടുത്ത സുഹൃത്താണ് പിന്നീട് ക്ലാസ് റെപ്പായത്. ആ ഒരേ റൂമിൽ താമസിക്കുന്ന, ഒരുമിച്ച് പഠിക്കുന്ന ആ സുഹൃത്താണ് റഹാൻ ക്ലാസ് റെപ്പായത്. അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തർക്കമോ അല്ലെങ്കിൽ മർദ്ദനമോ ഒക്കെ ആ ഘട്ടത്തിൽ സിദ്ധാർത്ഥിനെ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന കാര്യത്തിൽ വീട്ടുകാർക്ക് അത്ര വ്യക്തതയില്ല, അല്ലെങ്കിൽ സിദ്ധാർത്ഥ് അങ്ങനെ പരാതി പറഞ്ഞിട്ടില്ല. പക്ഷേ സ്വാഭാവികമായും അങ്ങനെ ഒരു തർക്കമുണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. SFIക്കെതിരെ അത്തരമൊരു ആരോപണം ഇതുവരെയും കുടുംബം ഉന്നയിക്കുന്നില്ല. പക്ഷേ അവിടെ റാഗിംഗ് നിത്യ സംഭവമായിരുന്നു. സീനിയേഴ്സ് ക്രൂരമായി ജൂനിയേഴ്സിനെ റാഗ് ചെയ്തിരുന്നു. ഇതിപ്പോൾ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും അദ്ദേഹം പറഞ്ഞ കേട്ട ശരിക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. ഈ വീട്ടിൽ വന്ന് 2 ദിവസം വീട്ടിൽ നിന്ന സുഹൃത്തുക്കൾ പോലും ഈ കേസിലെ പ്രതികളായി മാറുമ്പോൾ സ്വാഭാവികമായും അതെങ്ങനെ ഒരു അച്ഛൻ അമ്മയും അത് സഹിക്കും? മകനെ അത്ര വിശ്വസിച്ച് സ്വന്തം മകനെ പോലെ കണ്ടതാകാം. പക്ഷേ ഇവരെയും ആ രീതിയിൽ അടുത്ത സുഹൃത്തുക്കളായിരുന്നവരാണ്. അവർ പോലും പ്രതികളാണ്. SFIയുടെ നിയന്ത്രണത്തിലുള്ള ക്യാമ്പസാണ്. അവിടെ കാര്യങ്ങൾ അവർ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ആർക്കും പോകാൻ കഴിയില്ല എന്ന വസ്തുതയാണ്. ഈ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ലെങ്കിൽ ഈ SFIക്കാർക്ക് മാത്രമല്ല ഇതിൽ ബന്ധമുള്ളത്. ഏറ്റവും ഗുരുതരമായ കാര്യമുണ്ട്. അധ്യാപകർക്കെതിരെ, ഡീനും അതുപോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനെതിരെയും ആ തരത്തിലുള്ള ആരോപണം കുടുംബം ഉന്നയിക്കുന്നുണ്ട്. അവർക്ക് കൃത്യമായി കോളേജിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളതാണ്. പക്ഷേ അങ്ങനെ അറിവുണ്ടായിരുന്നിട്ടും ഒരു ഘട്ടത്തിലും അതിന് നടപടിയെടുക്കാനോ അതിനെ തടയാനോ ഇവർ ശ്രമിച്ചില്ല എന്ന ഗുരുതരമായ ആരോപണം കൂടി കുടുംബം ഉന്നയിക്കുന്നു. വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലർ സമയം മുമ്പ് ഇവിടെ തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ ഗുരുതരമായിട്ടുള്ള ആരോപണം, ഉള്ളിൽ നീർന്ന വേദനയോടെയാണ് അച്ഛനും അമ്മയും ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അല്പസമയം മുമ്പ് ന്യൂസ് 18 അദ്ദേഹം ഈ സ്പോട്ട് ലൈവിൽ തത്സമയം ചേർന്നപ്പോഴും SFI നേതൃത്വത്തിനെതിരെയും കോളേജ് യൂണിയൻ ഭാരവാഹികൾക്കെതിരെയും ഉൾപ്പെടെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മകനെ കെട്ടിത്തൂക്കിയതാണെന്ന് പറയുന്നു. ക്യാമ്പസിനകത്തെ ഭീകരത തുറന്നു പറയുകയാണ് ആ പിതാവ്. വയനാട്ടിൽ നിന്ന് ജിൻസ് കൂടി ചേർന്നുണ്ട്. ജിൻസ്, ഈ കുടുംബം ഇപ്പോഴും അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചില അവരുടെ അതൃപ്തി പരസ്യപ്പെടുത്തുന്നുണ്ട്. കാരണം ഒരു പരിധിവരെയും SFI നേതൃത്വം ഈ പ്രതികളെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നു. ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് 18 പേരെ പ്രതി ചേർത്തിട്ടുണ്ട്. 10 പേരെ മാത്രമാണ് പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത്. 8 പേർ ഒളിവിലാണ്. ഇവരെ കേന്ദ്രീകരിച്ചുള്ള പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ്? ഏതെങ്കിലും രീതിയിൽ ഈ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ ജിൻസ്? സിദ്ധാർത്ഥിന്റെ മരണത്തിൽ 8 പേരാണ് ഇനി പിടിയിലാകാനുള്ളത്. കേസിലെ 18 പ്രതികളിൽ 6 പേരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് ഇന്നലെ രാത്രി 2 പേർ ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങിയിരുന്നു. അതിനുശേഷം അന്വേഷണ സംഘം ഇന്നലെ വർക്കലയിൽ നിന്നും തിരുവനന്തപുരം സ്വദേശിയും അതുപോലെ തന്നെ 2ാം വർഷ വിദ്യാർത്ഥിയുമായുള്ള ആസിഫ് ഖാനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ 3 പേരുടെയും അറസ്റ്റ് വൈകുന്നേരത്തോടുകൂടി ഉണ്ടാകും എന്നുള്ളതാണ് അറിയുന്നത്. അതേസമയം തന്നെ ഈ അധികൃതർ സസ്പെൻഡ് ചെയ്ത 12 പേരിൽ 8 പേര് ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. ഈ കേസിൽ
തിരുവനന്തപുരം സ്വദേശികളായ രഹൻ ബിനോയ്, അതുപോലെ തന്നെ ആകാശ്, ശ്രീഹരി, ഇടുക്കി സ്വദേശി അഭിലാഷ്, അതുപോലെ തന്നെ ഡോൺ ബോയ്, ബത്തേരി സ്വദേശി ഗിൽഗേറ്റ് ജോഷിയ എന്നിവരെ ഇതിനകം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെയാണ് ഇന്ന് കോളേജ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത്. അതേസമയം തന്നെ ഇതിനു മുൻപ് സസ്പെൻഡ് ചെയ്ത 12 പേരിൽ 8 പേരെയാണ് ഇനി പിടികൂടാനുള്ളത്. ഊർജിത നീക്കം തന്നെയാണ് നിലവിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഡിവൈഎസ്പി TN സജീവന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഈ മാസം 18-നായിരുന്നു ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച സിദ്ധാർത്ഥിനെ കണ്ടെത്തിയത്. അന്നു മുതൽ തന്നെ ഈ കുടുംബം ആരോപിച്ചിരുന്നത് പോലീസിനെതിരെയും അതുപോലെ തന്നെ കോളേജ് അധികൃതർക്കെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു എടുത്തത് എന്നുള്ളതെല്ലാം തന്നെ കുടുംബം പറയുകയുണ്ടായിരുന്നു. തന്റെ മകൻ ആത്മഹത്യ ചെയ്യില്ലെന്നും ഈ മകനെ ഈ വിദ്യാർത്ഥികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയും അതിനുശേഷം കെട്ടിത്തൂക്കുകയുമായിരുന്നു എന്നുള്ളതാണ് നിലവിൽ ഈ മാതാപിതാക്കൾ പറയുന്നത്. അതേസമയം തന്നെ പോലീസും ഇത് സംബന്ധിച്ച ഈ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കൃത്യമായി ഈ വിദ്യാർത്ഥികൾ ക്രൂരമർദ്ദനത്തിനിരയാക്കിയിരുന്നു, അതോടൊപ്പം തന്നെ പരസ്യ വിചാരണ ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം പോലീസ് സ്ഥിരീകരിക്കുകയുണ്ടായി. എന്തായാലും നിലവിൽ ഈ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ കാണുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. 24 പേരടങ്ങുന്ന സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. വയനാട് SP ആയിട്ടുള്ള ടി നാരായണനാണ് ഈ നേതൃത്വം നൽകുന്നത്. അതേസമയം തന്നെ ഡിവൈഎസ്പി സജീവൻ ആണ് ഇതിന്റെ ചുമതലയുള്ളത്. കേസിൽ 25ഓളം പ്രതികൾ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ 10 പേരെ പിടിയിലായി. മറ്റുള്ള പ്രതികളെ പിടികൂടാനുള്ള ഊർജിത നീക്കം തന്നെയാണ് നടക്കുന്നത്. അതേസമയം തന്നെ ഈ പ്രത്യേക അന്വേഷണത്തിന് കൃത്യമായ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ദിവസേന കേസിൽ പുരോഗതി വിലയിരുത്തി DGPക്ക് ഇതിന്റെ റിപ്പോർട്ട് നൽകണം, ഇത് സംബന്ധിച്ച് സർക്കാരിലേക്കും റിപ്പോർട്ട് നൽകണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കേസിൽ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായിട്ടുള്ള 25ഓളം പേര് ഉണ്ടെന്നാണ് നിലവിലെ കണ്ടെത്തൽ. ഇതിൽ 10 പേരുടെ അറസ്റ്റാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. എന്തായാലും ബാക്കി പേരെ ഉടൻ തന്നെ പിടികൂടും. അതുമാത്രമല്ല, 1 മാസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കും എന്നുള്ള കാര്യവും ഉദ്യോഗസ്ഥൻ പറയുകയുണ്ടായി. അതേസമയം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും ഈ ഒളിവിൽ കഴിയുന്ന തിരുവനന്തപുരത്ത് നിന്ന് VV അരുണും വയനാട്ടിൽ നിന്ന് ജിൻസ് തോട്ടുകരയുമാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് 10 പേർ നിലവിൽ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. 8 പേർ ഒളിവിലാണ്. ഏതാനും പ്രതികൾ ഉടൻ തന്നെ പിടിയിലാകുമെന്ന സൂചനയാണ് പോലീസ് നൽകുന്നത്. പക്ഷേ ഇപ്പോഴും അന്വേഷണവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം ഈ പ്രതികളെ സംരക്ഷിക്കുന്നു എന്ന രീതിയിൽ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് കുടുംബം രംഗത്തെത്തിയിരുന്നു. ഈ പ്രതികളെ ഈ കേസുമായി ബന്ധപ്പെട്ട സിദ്ധാർത്ഥിന്റെ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ളവരെ SFI നേതൃത്വം സംരക്ഷിക്കുന്നുവെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഈ സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ്. പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഊർജിതമായ ഇടപെടലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. ഈ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ SFI ആണ് പ്രതിക്കൂട്ടിലെങ്കിൽ അതോടൊപ്പം ഒരു അധ്യാപകൻ SFIയെ പ്രതിക്കൂട്ടിലാക്കി. SFIക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചുകൊണ്ട് കാസർഗോഡ് പെരിയ കേന്ദ്ര സർവകലാശാലയിലെ അധ്യാപകനും രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മഹത്യാ ഭീഷണി മുഴക്കിക്കൊണ്ടുള്ള ഒരു കുറിപ്പ് ഒരു സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റാണ് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത്.